ചേട്ടാ ഇത് നമ്മള് തന്ന മരുന്ന് എക്സലന്റ് ഗ്രാനുള്ള ന്യൂട്രാജെൽ ഉപയോഗിച്ചല്ലോ, എന്തൊക്കെയാണ് ചേട്ടന് തോന്നിയിട്ടുള്ളത്? നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. അതായത് നമ്മളന്ന് ഒക്ടോബർ മാസത്തിലാണ് നമ്മൾ ഈ കാനി വെക്കുന്നത്. ഒക്ടോബർ മാസം ഈ കാനി വെച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൗണ്ട് നമ്മൾ ചാണകവും കോഴിവളം മിക്സ് ചെയ്തിട്ട് അതിന്റെ കൂടെ ഫാക്ടംബോസ്, പൊട്ടാഷ്, യൂറിയ അതിന്റെ കൂടെ നിങ്ങളുടെ 4 കിലോ 2 പാക്കറ്റ് 8 കിലോ എക്സലന്റും ജെല്ല് ന്യൂട്രാജെല്ല് 2 ലിറ്റർ ന്യൂട്രാജെല്ലോടെ മിക്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ മണ്ണ് കൂടി ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഡയറോൺ അടിച്ച് പുല്ലും കളഞ്ഞ് ഇതിനകത്ത് കേടിന്റെ മരുന്നായിട്ട് നമ്മൾ Z78 എക്കോവാർഡുമായിട്ട് ചൂട്ടി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല, നനച്ചിട്ടില്ല. ചെടിയുടെ വളർച്ച ഉണ്ടോ? ചെടി നനച്ചിട്ടില്ല. അത് തന്നെ അത് കഴിഞ്ഞിട്ട് ഈ സമയങ്ങളിലേക്ക് നമുക്ക് വേനല ചൂടാ. ആ ചൂട് സമയത്ത് എനിക്ക് ഒരു വർഷത്തിൽ പോലും ഇതുപോലെ ഗ്രോത്ത് ആയിട്ട് ചെടി വളർന്നു വന്നില്ല. കാരണം നമ്മൾ ഇനി പുതുമഴയ്ക്ക് വളമിട്ടൊക്കെയാണ് നമ്മൾ ചെടി വളർത്തിക്കൊണ്ടുവരാറ്. പക്ഷെ ഇതിന്റെ അന്ന് നിങ്ങൾ മരുന്ന് കൊണ്ടൊന്നും ഞാൻ പറഞ്ഞില്ല. ഇലയ്ക്ക് നല്ല വീതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇലക്കുള്ള വീതി വെച്ചിട്ടുണ്ട്. ഈ കാനിയൊക്കെ മരുന്ന് കഴിക്കാറായി കണ്ടോ, പെട്ടെന്ന് വളർന്നു. അത് ഇനി ഒരു യൂറിയം പൊട്ടാഷും അങ്ങനെ ഇട്ട ഒരു മഴ പെയ്ത് യൂറിയം പൊട്ടാഷ് മരുന്ന് ഒഴിക്കും. ശരിക്കും ഈ കാനിക്ക് മരുന്ന് ഒഴിക്കാറായി കണ്ടോ. നമ്മള് വേറെ എക്സ്ട്രാ ആയിട്ട് മരുന്ന് ഒഴിക്കാം. ഒരു മഴ പെയ്ത് ചെറിയൊരു രാസവളം ചെന്നില്ലെങ്കിൽ പോലും മഴയണം പെയ്ത് കഴിഞ്ഞാൽ ഗ്രോത്തോ. ഇപ്പൊ നമുക്ക് ഈ വേനൽ മഴ ഒന്നും കിട്ടിട്ടോ. ഇപ്പൊ ഒരു അന്ന് വേറെ കാര്യം, നീ എന്റെ ഇലകളിലേക്ക് പൊള്ളലില്ല. മറ്റു തോട്ടങ്ങളിൽ നമ്മൾ ഈ മരുന്ന് ഉപയോഗിച്ച വേനക്ക് ഉപയോഗിച്ച തോട്ടങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. ഈ തോട്ടം കണ്ടോ, മറ്റു തോട്ടങ്ങളെ അപേക്ഷിച്ച് തോട്ടത്തില് മരുന്ന് ഉപയോഗിച്ചെടുത്ത് പൊള്ളലേറ്റിട്ടില്ല ചെടിക്ക്. എന്റെ അനുഭവത്തില് നല്ല സക്സസ്. വേറെ ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാം. എന്റെ അനുഭവത്തില് സക്സസ്.